ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുമാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മമ്മിയാണ്. എന്തായാലും നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം ഗൈസ്. സോയോ ഗൈസ്, നമുക്കത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ നോക്കിയേ നമ്മൾ ബിരിയാണി അരിയൊക്കെ ഇട്ട് ഇപ്പോൾ തിളപ്പിച്ച് ഇറക്കി കേട്ടോ. പിന്നെ അത് എന്തൊക്കെ ഇട്ടേക്കുന്നത് നമുക്ക് ചോദിക്കാം. വേവിച്ചിറക്കി. എന്തൊക്കെയാണ് മീനകത്ത് ഇട്ടേക്കുന്നത്? പിന്നെ 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 അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് ഈ അരിയാക്കി എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാളും ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വായോ ഗൈസ്. അപ്പം ഇനി ചിക്കനും വെക്കണം. അപ്പം കുറച്ച് ടൈം എടുക്കും. നമ്മളെന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ കൂടിയാണ് വെക്കുന്നത്. കാരണം ഇവിടെ ആളെണ്ണം കുറച്ച് കൂടുതലുണ്ട്. എല്ലാവർക്കും കൂടെ കൂടുതലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പം അരിയൊക്കെ നമ്മളൊന്ന് വേവിച്ചിറക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. റൈസ് കോരിയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ഇനി ഇതിനകത്തോട്ട് എന്താ ഇച്ചിരി കളറുള്ള വെള്ളം, കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എസൻസ്. എന്നാ എസൻസാ? വാനിലയുടെ എസൻസ്. പൈനാപ്പിൾ എസൻസ്. പിന്നെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത സവോളയാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, അതും വറുത്തതാണ്. ഞങ്ങളെല്ലാം വറുത്തിട്ടാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾ എങ്ങനെയാണ്? അതെ, ചിലവർക്കൊക്കെ വ്യത്യാസം കാണുമല്ലോ. പിന്നെ കപ്പലണ്ടിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാഷ്യൂ, പിന്നെ മുന്തിരി. പിന്നെ ഒരു ലെയറും കൂടെ ബിരിയാണി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ വെക്കും. അങ്ങനെയാണ്. അതെ, അടുത്ത റൈസ് ഇടാനായിട്ട് പോകാം കേട്ടോ. റൈസ് കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ പൊട്ടിക്കാൻ അടിപൊളിയാണ്. മണം തന്നെ കേൾക്കുമ്പോൾ നിൽക്കാൻ പറ്റിയല്ലേ. ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതെ, ഞാൻ മമ്മിയോട് പറഞ്ഞ മമ്മി എനിക്ക് വെച്ചു തരും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കളർ ഒഴിക്കുക. ഇനി നമ്മൾ നേരത്തെ കാണിച്ച പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കളർ, പിന്നെ സവോള, അതൊക്കെ മതി. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം കേട്ടോ. അതാണ് ഏറ്റവും വലുത്. കപ്പലണ്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി, ക്യാരറ്റ് ഇട്ടില്ലേ? ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി എസൻസിനാണ് മണം കൂടുന്നത്. എസൻസിൻ്റെ ഇത് പോയാൽ ടേസ്റ്റേ അങ്ങ് പോകും. ഇനി റിപ്പീറ്റ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, റൈസ് ഇച്ചിരി ഉള്ളു. നമ്മൾ ഇച്ചിരി ചെറിയ പാത്രത്തിലായിട്ട് വെച്ചത്. കാരണം നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ വലിയ പാത്രത്തിലാണ് വെക്കുന്നത്. പക്ഷെ ഇപ്പം ഒരു ചെറിയ പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് അല്ലേ? കുഴപ്പമില്ല. എടുത്തിട്ടുണ്ട്. അടുത്ത ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറാണ് കേട്ടോ. അതെ, സവോളയും ക്യാരറ്റും കപ്പലണ്ടി മുന്തിരി എല്ലാം ഇട്ടിട്ടുണ്ട്. കളർ ഒഴിച്ചില്ലല്ലോ? അതേ, കളറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അതെ, ഡാൽഡ ലാസ്റ്റ് ലെയർ ഡാൽഡ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു 3 കുഴി പോലെ കുത്തണം. 3 കുഴി, 3 4 ഇരിക്കട്ടെ. എന്നിട്ട് അതിനകത്തോട്ട് ശകലം ഡാൽഡ ഒഴിച്ച് കൊടുക്കണം. അതിനകത്തോട്ട് ഡാൽഡയും നെയ്യും കുഴിക്കകത്ത് തന്നെ വീഴ്ത്തണം കേട്ടോ. ഉരുകി പോകണ്ടേ? ബിരിയാണി അതിനകത്തോട്ട് ഇറങ്ങണം. നിങ്ങളെങ്ങനെയാണോ ബിരിയാണി വെക്കുന്നത്? നിങ്ങളിങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത താരം നെയ്യ്. അടുത്ത താരമാണ് നെയ്യാണ് ഇതിന് വേണ്ടത്. പറഞ്ഞു. നെയ്യ് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിട്ട് വേവിക്കണം കേട്ടോ. വേവിക്കണ്ടെന്ന് പറ്റി നല്ല ആവി വരണം. അതാ പറഞ്ഞേ. നെയ്യ് ഒത്തിരി ആയ ചള്ളാണ്. ഒരു ടേസ്റ്റ് എടുക്കണം. ഒത്തിരി ആണെങ്കിലേ ടീച്ചർ അതാ ഇത് നല്ല അടിപൊളി ഒരു കപ്പലണ്ടി നമുക്ക് എടുക്കാം. അത് നമ്മൾ അടുപ്പിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ അടുപ്പ് ആയതുകൊണ്ട് തന്നെ കാണാനൊരു വൃത്തിയില്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസം അടുപ്പിട്ടിട്ടുണ്ട്. അപ്പം അതിന് തൊട്ട് നമുക്ക് ആ വീഡിയോ ഇതിനകത്തൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അതെ, അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ഇത് പാത്രം തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അടിപൊളിയാണ് കേട്ടോ അത്. അതൊക്കെ ഒരു രസമാണ്. അപ്പം നമ്മൾ ഇനി എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ വെക്കണം. ബിരിയാണിയുടെ പരിപാടി ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ചിക്കൻ വെക്കണം ഗൈസ്. ഒന്ന് മമ്മി തുറന്ന് എസൻസ് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മണം കിട്ടണ എസ്നെസ് തന്നെ വേണം കേട്ടോ. അതിലും വരുന്നില്ല. അതെ, അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര കുറ്റി വേവിക്കണം? എത്ര മിനിറ്റ് വേവിക്കണം? ഇത് വേവിക്കുകയല്ല ചെയ്യുന്നത്, പറ്റണം. എത്ര മിനിറ്റ് പറ്റണം? അത് ആവി വരട്ടെ. ആവി വരുന്ന നമുക്ക് ടൈമൊന്നുമില്ല. ആവി വരുന്നവരെ തീ കൊടുക്കാതെ പറ്റിക്കണം. ഒരു കനാലി കത്തിക്കുന്ന ഒരു ഫീലിങ്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇനി ചിക്കൻ കറി വെക്കണം കേട്ടോ. ചിക്കനകത്ത് മുളക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം ഗൈസ്. വായ ഗൈസ്. അതെ, എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ വെക്കാനാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. കാരണം മമ്മിയൊന്നും ചിക്കൻ കൂട്ടൂല. മമ്മിയും പപ്പ ഒന്നും ചിക്കൻ കൂട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പം ഈ എണ്ണ തിളയ്ക്കണം. ചൂടാകട്ടെ. ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പിന്നെ നമ്മൾ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. പേസ്റ്റ് ഇല്ല കേട്ടോ, ചുമ്മാട്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് സവോള ഇട്ട് കൊടുക്കാനായിട്ട് വേണം. സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് സവോള ഇനി സവോള നന്നായിട്ടൊന്ന് വാടിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കേട്ടോ. പെട്ടെന്ന് വാടിക്കോളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ ഡേ. അതിനകത്തോട്ട് മഞ്ഞപ്പൊടി കേട്ടോ. നമ്മൾ മുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണിച്ചില്ല. മഞ്ഞപ്പൊടി ഒരു ശകലം മല്ലിപ്പൊടി ഇടാതെ. മല്ലിപ്പൊടി ഒരു ശകലം മതി. പിന്നെ ഒരു ശകലം മുളക് പൊടി ശകലം എന്ന് പറഞ്ഞിട്ട് നല്ല എരിവ് വേണം കേട്ടോ. ശകലം മതി. 2 സ്പൂൺ. 2.5 സ്പൂൺ. കുഞ്ഞി സ്പൂണല്ലേ? ചെറിയ സ്പൂണാണ്, കുഴപ്പമില്ല. ഇനി ചിക്കൻ മസാല. നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ മസാല ഇച്ചിരി ഇടണം. 3 സ്പൂൺ ചിക്കൻ മസാല. 3.5യോ? 3 ഇട്ടുണ്ട്. 3 സ്പൂൺ. ഓക്കെ. ഇനി അത് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം.
മറ്റേ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അതിനോട്ട് ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇടാറായോ? ഇത് നമ്മൾ ചിക്കൻ ഇടാനായിട്ട് പോകും കേട്ടോ. ചിക്കനകത്ത് മുളക് വെച്ച് വെച്ചേക്കുവായിരുന്നു. ലെഗ് പീസൊക്കെ ഇത് എത്ര കിലോ ചിക്കൻ ഉണ്ട്? 3 കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2.5 കിലോ. അതെ, ബിരിയാണി ഒത്തിരി വെച്ചെങ്കിൽ ചിക്കൻ ഒത്തിരി പേര് കൂട്ടുകാരല്ലോ, അങ്ങനെ ഒരു കാര്യമാണ്. ഇനി പോത്തും വെക്കണം ഗൈസ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി വെള്ളം ഒഴിക്കണ്ട ഇതിനകത്തോട്ട്. വെള്ളമൊക്കെ പല വരുമെന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും ഇതൊന്ന് ചിക്കൻ ഒന്ന് കുക്കാകട്ടെ. അപ്പം നോക്കി അടുത്ത പരിപാടി ബീഫ് വെക്കുന്ന പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. കുക്കായിട്ട് നമുക്കിനി ബീഫ് വെക്കണം. പോത്തിറച്ചിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതേ നല്ല ഒരു സ്ഥലം വരെ ഞാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ അവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടെന്ന് ഞാൻ കഴിച്ച് കാണിക്കാം. കഴിക്കുന്നത് ഞാനല്ല, ഇന്ന് മമ്മയാണ് കേട്ടോ കഴിച്ച് കാണിക്കുന്നത്. നമ്മുടെ ചിക്കൻ ബീഫ് ഇത് തന്നെ ചടലാസ് ബിരിയാണി വെക്ക്. ഒട്ടിയൊളി സ്മെല്ലൊക്കെ കേട്ടോ. പോക കാരണം കണ്ണൊക്കെ എന്തോ പോലെ പൊക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തമ്മയൊന്ന്. അതാണ് അടിപൊളി ബിരിയാണി ഇട്ടത്. അടിപൊളി ബിരിയാണി. ഞാനിതേ ബിരിയാണി പോത്തിറച്ചിയും കുട്ടി കഴിക്കുവാണേ. എല്ലാവർക്കും തരാം കേട്ടോ. ഇനി ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.